ഗൈസ് വെൽക്കം പുതിയ ഡേറ്റ് ഒന്നില്ല. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആറ്റോനോസ് ഗൈഡാണ്. ആറ്റോനോസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ആറ്റോനോസ് അടിച്ചാണ്ട് എന്നത്തെയും പോലെ പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തിട്ട് നമ്മൾ സഹോർക്ക് പോവുക. അങ്ങനെയാണ് ഐക്കൺസ് ആൻഡ് മോട്ടിഡി മാറ്റാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഐക്കൺസ് ആൻഡ് മോട്ടിഡി ചേഞ്ചിങ് ആണ്. നമ്മൾ നേരെ ഓപ്ഷൻസ് പോവുക. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് ഇതുണ്ട്, നമ്മുടെ സാറിൻ്റെ ലോഗോയും മോട്ടിയുടെയും മാറ്റങ്ങൾ. ഇതാണ് മോട്ടിയുടെ ഐക്കൺസ് ആൻഡ് മോട്ടിയുടെ ആണ്. അത് നമുക്ക് നീറ്റാക്കി ഞാനൊരു ലോഗോ എടുത്ത് എൻ്റെ ചാനലിലെ പ്രൊഫൈൽ തന്നെ ഇടാക്കുക. ഇത് അപ്ലോഡ് ആവും. എന്നിട്ട് ഡൊമൈൻ ചെറുതായിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോഴായി ഡൊമൈൻ കൊടുക്കുക. എന്നിട്ട് അത് വെക്കാണ്ട് അയച്ചാമെന്ന് എഴുതാം. നമ്മൾ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യാന്ന് പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കാണിക്കുന്ന സ്റ്റെപ്പ് അതേപോലെ ചെയ്താൽ മതി. നിങ്ങൾ ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എഴുതുക. എന്നിട്ട് കളർ ചേഞ്ച് ചെയ്താൽ പ്രൊഫഷണൽ ലുക്ക് എത്തിച്ചാണ് കാണിച്ചു തരും. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ കളർ കൊടുത്തോണ്ട് ഇരിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയാത്തവർ ഇങ്ങനെ നോക്കുക. നോക്കിയാണ്ട് ഞാൻ ചെയ്താൽ മതി. ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നില്ല. ഞാനൊരു ചുവപ്പ് പച്ച അങ്ങനത്തെ കളറൊക്കെ ആക്കാണ്ട് ചെയ്യണ പോലെ ചെയ്താൽ മതി. അത്രക്ക് പണിയൊന്നുമില്ല. നമ്മൾ തമ്മിൽ ഞാൻ ഇത് പിന്നെ നമ്മൾ ഇമോജി ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇമോജീൻ്റെ ഒരു ഇതുണ്ട്. ഞാൻ ആക്കി കാണിച്ചു തരാം ഗൈസ്. ഇമോജിൻ്റെ കണ്ടോ? അതിൽ ഇഷ്ടമുള്ള നിൽക്കാം. പക്ഷെ നമ്മൾ വാട്സാപ്പിലത്തെ ഇമോജി പോലത്തെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ മൈൻക്രാഫ്റ്റിന്. എന്നിട്ട് ഡൊമൈൻ കൊടുക്കുക.
നമ്മൾ അടുത്ത വീഡിയോ എങ്ങനെയാണ് IP ഡൊമൈൻ ചെയ്യാനായിട്ട് വരുന്നതാണ്. IP എങ്ങനെ ഡൊമൈൻ ചെയ്യുക, മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർ പോയി കാണും. പുതിയ ഇതായിട്ട് കാണുന്നവരെ ബൈ ബൈ.